നിലമ്പൂരിൽ ഇക്കുറി UDF ചരിത്രവിജയം നേടുമെന്ന് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്. നിലമ്പൂരിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 21 ശനിയാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 22 നിലമ്പൂർ നിയോജക മണ്ഡലം UDF കൺവെൻഷൻ നടക്കും. 23, 24 തീയതികളിലായി പഞ്ചായത്ത് കൺവെൻഷനുകൾ നടക്കും. 25, 26, 27 തീയതികളിലായി ബൂത്ത് തല കൺവെൻഷനുകളും നടക്കും. 27 മുതൽ സ്ഥാനാർത്ഥി പ്രചരണ പരിപാടികൾക്ക് തുടക്കമാകും. ഇക്കുറി നിലമ്പൂർ മണ്ഡലത്തിൽ UDFന് അനുകൂല സാഹചര്യങ്ങളേറെയാണ്. ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ടീം UDFനെ ജനം സ്വീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തിനെതിരെ വിധിയെഴുതാൻ ജനം കാത്തിരിക്കുകയാണെന്നും ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും വളരെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാത്തിരിപ്പിന്റെ പ്രശ്നം വന്നിട്ടില്ല. മാത്രമല്ല, ഈ ശനിയാഴ്ച നോമിനേഷൻ കൊടുക്കുന്നു 21-ാം തീയതി. 22-ാം തീയതി വിപുലമായ കൺവെൻഷൻ, നിയോജകമണ്ഡലം കൺവെൻഷൻ. 23, 24 തീയതികളിൽ പഞ്ചായത്ത് കൺവെൻഷൻ. 25, 26, 27 തീയതികളിൽ ബൂത്ത് തല കൺവെൻഷൻ. 27-ാം തീയതി മുതൽ സ്ഥാനാർത്ഥി പര്യടനം. 27 മുതൽ 5-ാം തീയതി വരെ സ്ഥാനാർത്ഥി പര്യടനം. ഈ രൂപത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും എവിടെ ചെല്ലുമ്പോഴും വളരെ സ്വാഗതാർഹമായ ഒരു സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി പലപ്പോഴും മൃതപ്രായമായി കിടന്നിരുന്ന LDF സർക്കാരിന്റെ നിലമ്പൂർ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഒരു മോചനം നിലമ്പൂരിന് ലഭിക്കുന്നു എന്നത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിലമ്പൂരിന്റെ ബൈപ്പാസ് ആവട്ടെ, എടക്കര ബൈപ്പാസ് ആവട്ടെ, നമ്മുടെ മലയോര ഹൈവേയുടെ പുതിയ റോഡാവട്ടെ, പുതിയ 3-ാം റീച്ച് ആവട്ടെ, അതുപോലെയുള്ള ഗവൺമെന്റ് കോളേജിന്റെ സ്ഥലമെടുപ്പും അതിന്റെ പദ്ധതിയാവട്ടെ, നിരവധിയായ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ സാധിച്ചു. മൃതപ്രായമായി കിടന്നിരുന്ന പദ്ധതികൾ നമുക്ക് പുറത്തെടുക്കാൻ സാധിച്ചു എന്നത് വലിയ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. MLA എന്ന നിലയിൽ 200 ദിവസം മാത്രമാണ് പ്രവർത്തിക്കാൻ കഴിഞ്ഞതെങ്കിലും ഈ കുറഞ്ഞ കാലയളവിൽ 200 കോടിയുടെ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു. നിലമ്പൂർ ബൈപ്പാസ്, എടക്കര ബൈപ്പാസ്, മലയോര ഹൈവേയുടെ 3-ാം റീച്ച്, നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്ഥലം ഏറ്റെടുക്കൽ തുടങ്ങി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചു. ഗവൺമെന്റ് തിരിഞ്ഞു നോക്കാത്ത വിഷയങ്ങളുണ്ട്. നിലമ്പൂർ KSRTC ബസ് സ്റ്റാൻഡ്, പ്രളയബാധിതരായ ആദിവാസികളുടെ പുനരധിവാസം എന്നിവ. കൂടാതെ വാണിയമ്പുഴ നഗർ നിവാസികളും താനും കോടതിയിൽ പോയതുകൊണ്ടാണ് ഇരുട്ടുകുത്തിപ്പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങാൻ കഴിഞ്ഞത്. ഇക്കുറി വലിയ പിന്തുണയാണ് നിലമ്പൂരിലെ ജനങ്ങൾ നൽകുന്നതെന്നും ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. നിലമ്പൂരിൽ നിന്നും ഇക്കുറി 1-ൽ കൂടുതൽ MLA-മാർ ഉണ്ടാകും താനും. VS ജോയും TP ഷറഫലിയും വിജയിക്കുമെന്നും ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.